ഓഗസ്റ്റ് 21 10 പീസ് മാർപ്പാപ്പയെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. ഇറ്റലിയിലെ ട്രവീസോ രൂപതയിൽപ്പെട്ട റീസ് എന്ന ഗ്രാമത്തിൽ ജിയോവാനി ബാപ്റ്റിസ്റ്റ സർത്തോയുടെ 10 മക്കളിൽ രണ്ടാമത്തേവനാണ് ജോസഫ് സർത്തോ. പഠനകാലത്ത് ദാരിദ്ര്യ നിമിത്തം ചെരുപ്പില്ലാതെയാണ് കാസ്റ്റേൽ ഫ്രാങ്കോയിലെ സ്കൂളിലേക്ക് നടന്നു പോയിരുന്നത്. പഠന സാമർഥ്യം കൊണ്ട് പദുവ സെമിനാരിയിൽ പഠിക്കുവാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി. സ്വഭാവ ഗുണവും നല്ല ഓർമ്മശക്തിയുമുള്ള ജോസഫ് സാർത്തോ ഒരു നല്ല ഭാവിയുള്ള വിദ്യാർത്ഥിയാണെന്ന് സെമിനാരി അധികൃതർ അഭിപ്രായപ്പെട്ടു. 1858 സെപ്റ്റംബർ 18 ജോസഫ് വൈദികനായി. ടെബ്ലോ, സൽസാനോ എന്നീ ഇടവുകളിൽ എല്ലാവർക്കും എല്ലാമായിരുന്നു. പ്രസംഗങ്ങൾക്ക് നല്ല ഓജസ്സും ദേവാലയ ശുശ്രൂഷയ്ക്ക് കൃത്യനിഷ്ഠയും ദീർഘനേരം കുമ്പസാരക്കൂട്ടത്തിൽ ഇരിക്കുവാനുള്ള സന്നദ്ധയും അദ്ദേഹം ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി. 1884 നവംബർ 16 മാൻഡ്രുവ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. മെത്രാഭിഷേകം കഴിഞ്ഞ് അമ്മയെ സന്ദർശിച്ചപ്പോൾ തൻ്റെ മോതിരം അമ്മയെ കാണിച്ചു കൊടുത്തു. അമ്മ തൻ്റെ വിവാഹമോതിരം കാണിച്ചു പറഞ്ഞു, ഇത് ധരിച്ചില്ലായിരുന്നുവെങ്കിൽ നിനക്ക് അത് ലഭിക്കുമായിരുന്നില്ല. 1893 ബിഷപ്പ് ജോസഫ് കർദിനാളായി ഉയർത്തപ്പെടുകയും അതേ വർഷം തന്നെ വെനീസിലെ പേട്രിയാർക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു. ലിയോൺ മാർപ്പാപ്പയുടെ മരണശേഷം പേപ്പൽ തെരഞ്ഞെടുപ്പിന് പോയ മടക്കയാത്രയിൽ ടിക്കറ്റ് വാങ്ങിച്ചിരുന്നുവെങ്കിലും ദരിദ്രനും വിനീതമായ കാർഡിനൽ സാർത്തോ 1903 ഓഗസ്റ്റ് 4 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. 9 ആയിരുന്നു 10 പീസിൻ്റെ കിരീടധാരണം. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നായിരുന്നു തിരുമേനിയുടെ മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനോൻ നമസ്കാരം, ആരാധന, ഗാനം ഇവ പരിഷ്കരിച്ചു. കാനോൻ നിയമ സംഹാരമുണ്ടാക്കുവാൻ നടപടിയെടുത്തു. അതിസ്വാഭാവിക ശക്തി നിഷേധിക്കുന്ന ആധുനികത്വവാദം, മോഡേണിസം അദ്ദേഹം ശപിച്ചു. കത്തോലിക്ക സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകി. അൽമായർക്കും അദ്ദേഹം അനുദിനം ദിവ്യകാരുണ്യ സ്വീകരണം അനുവദിച്ചു. തിരിച്ചറിയാവുന്ന കുട്ടികൾക്കുമായി അദ്ദേഹം അനുവാദം നൽകി. അതിനാൽ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്ന് 10 പീസിനെ വിളിക്കാറുണ്ട്. മാർപ്പാപ്പ ആയിട്ടും ദാരിദ്ര്യാരൂപിക്ക് മാറ്റം വന്നില്ല. വത്തിക്കാനിലെ വിലപിടിച്ച കാർപ്പറ്റുകളൊക്കെ മാറ്റിവെച്ചു. താൻ ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1914 ഓഗസ്റ്റ് 2 ലോകമാസകലമുള്ള കത്തോലിക്ക തിരുമേനി ഇപ്രകാരം എഴുതി: ഒരു ഭയങ്കര യുദ്ധത്തിൻ്റെ കൊടുങ്കാറ്റ് ഏതാണ്ട് യൂറോപ്പിനെ കീറി മുറിച്ചിരിക്കുന്നു. സങ്കടവും കണ്ണുനീരും കൂടാതെ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ വിഭാവനം ചെയ്യുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അനേകരുടെ ജീവനെയും ആത്മരക്ഷയെയും പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തെ ആകുലമാക്കിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ സിംഹാസനത്തിൽ അഭയം തേടുവാൻ എല്ലാ കത്തോലിക്കരോടും നാം അഭ്യർത്ഥിക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരത വർദ്ധിച്ചപ്പോൾ പോർക്കളത്തിൽ മരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു, ഈ യുദ്ധം എൻ്റെ മരണമാണ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. 1914 ഓഗസ്റ്റ് 20 മാർപ്പാപ്പ ഹൃദയം തകർന്ന് മരിച്ചു. ശവക്കല്ലറയിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു: ദരിദ്രനും അതേസമയം സമ്പന്നനും വിനീതനും ഹൃദയനുമായ ശാന്തശീലനായ കത്തോലിക്ക താൽപ്പര്യങ്ങളുടെ ധീരസംരക്ഷകനും എല്ലാം ക്രിസ്തുവിലേക്ക് പിന്തിരിക്കുന്നതിനുള്ള ബദ്ധശ്രദ്ധനുമായിരുന്നു 10 പീസ്. വിചിന്തനം: സമാധാന പാലകർ അനുഗ്രഹീതരാകുന്നു, എന്തെന്നാൽ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. വിശുദ്ധ 10 പീസ് ഏറ്റവും ദരിദ്രമായ ജീവിതം നയിച്ചു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം യുദ്ധത്തിനെതിരായി പോരാടി അവസാനം ഹൃദയം പൊട്ടി മരിച്ചു. അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാം. വിശുദ്ധ 10 പീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയെപ്പോലെ ജ്വലിക്കുന്നൊരു ഹൃദയമാക്കി അങ്ങ് മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.